ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്നൊരു പനീർ ബട്ടർ മസാല ഉണ്ടാക്കിയാലോ? നല്ലൊരു ഈസി റെസിപ്പിയാണ്. ടേസ്റ്റും അടിപൊളിയാണ്. ഒരു തവണ ഉണ്ടാക്കിയാൽ വീണ്ടും നമുക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ തോന്നിക്കൊണ്ടേയിരിക്കും. അത്രയും നല്ല ടേസ്റ്റാണ് ഇതിന്. ആദ്യം തന്നെ ഒരു പാൻ വെച്ച് ചൂടായതിന് ശേഷം 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഞാൻ ചേർത്തത്. 1 ക്യൂബ് അമൂലിൻ്റെ ബട്ടറും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നല്ലപോലെ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 2 ഏലക്കയും 5 ഗ്രാമ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റായിട്ട് വരണം. ഇതിൻ്റെ ആ ഒരു ഫ്രാഗ്രൻസ് മാറുമ്പോൾ നമുക്ക് നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ അത് സെറ്റായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഈ സവാള നല്ല ബ്രൗൺ ആക്കി എടുക്കണം. അതിനിടയിൽ നമ്മൾ കുറച്ച് സാധനങ്ങളും കൂടി ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് ആദ്യം കുറച്ച് ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. കാരണം ഉപ്പിട്ടാൽ പെട്ടെന്ന് സവാള വഴണ്ടി വരുമെന്ന് കേട്ടിട്ടുണ്ട്. നമുക്ക് ഉപ്പിട്ട് നല്ലപോലെ ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടച്ച് വെച്ച് ഒന്ന് സെറ്റാക്കി എടുക്കാം. ഈ സവാള ചെറുതായിട്ടൊന്ന് ലൈറ്റ് ബ്രൗൺ ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ഇഞ്ചോളം ഇഞ്ചിയും 3 അല്ലി വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വെളുത്തുള്ളിയുടെ സ്മെൽ ഒരുപാട് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്ക് 2 വെളുത്തുള്ളി ചേർത്താലും മതിയാവും. പിന്നെ ഒരു 2.5 തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ലപോലെ പഴുത്തൊരു മീഡിയം സൈസ് 2.5 തക്കാളിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾ എടുക്കുന്നത് കുഞ്ഞ് തക്കാളിയാണെങ്കിൽ നിങ്ങൾക്ക് 3 എടുക്കാവുന്നതാണ്. അതൊന്ന് അടച്ച് വെച്ച് സെറ്റാക്കി എടുക്കാം. അപ്പോഴത്തേനും നമുക്ക് ഒരു 17 കാഷ്യൂനട്ടോളം എടുക്കണം. കാഷ്യൂനട്ട് ഇങ്ങനെ പൊളന്നിട്ട് ഒരു 17 എണ്ണം വരുന്നത് നമുക്കിതിന് വേണ്ടി ഉപയോഗിക്കാം. അതും കൂടി ഇട്ട് അത് നല്ലപോലെ ഒന്ന് വഴണ്ട് സെറ്റാവണം. ഈ തക്കാളിയൊക്കെ നല്ലപോലെ ഇങ്ങനെ വെന്തുടഞ്ഞ് വരണം. എന്നിട്ട് നമുക്കിതൊരു ജാറിലേക്ക് മാറ്റി കൊടുക്കാം. ഇത് നല്ല പേസ്റ്റ് രൂപത്തിൽ നമ്മൾ അരച്ചെടുക്കണം. ഇത് ജാറിലോട്ട് ഇട്ടതിന് ശേഷം അത് നന്നായിട്ടൊന്ന് കൂളാവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. എന്നിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ അത് അരച്ചെടുക്കാം. അപ്പോഴത്തേനും ഒരു പാൻ വെച്ച് നമുക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് ഒരു അമൂലിൻ്റെ ബട്ടറും ചേർത്ത് കൊടുക്കാം. അതിലേക്കൊരു വയനയിലയും 1 പച്ചമുളകും ചേർത്ത് അതൊന്ന് മൂപ്പിച്ചെടുക്കാം. പിന്നെ കുത്തി അരിഞ്ഞ് വെച്ചൊരു സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതൊന്ന് നല്ല ബ്രൗൺ കളറായി വരുമ്പോൾ അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഈ ഒരു ടൈമിൽ ഫ്ലെയിം ഓഫ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇല്ലെങ്കിൽ പൊടികൾ കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടി, അതായത് 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലിയും 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയാണ് ചേർക്കുന്നത്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ ജീരകപ്പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ ഉപ്പുമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇതിനെ നമ്മൾ ഇളക്കി യോജിപ്പിക്കുമ്പോൾ ഒരു ചെറിയ ഫ്ലെയിമിലിട്ട് ഇളക്കി യോജിപ്പിക്കാൻ ശ്രമിക്കുക, ആ ഒരു പച്ചമണം മാറുന്നത് വരെ. ഇല്ലെങ്കിൽ പൊടികൾ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ കറിയുടെ ടേസ്റ്റ് മാറിപ്പോവും. അതുകൊണ്ട് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക, ആ ഒരു പച്ചമണം മാറുന്നത് വരെ. ആ ഒരു പച്ചമണം മാറിയാൽ നമുക്കിനി ആ പേസ്റ്റാക്കി അരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു ഗ്രേവി ചേർത്ത് കൊടുക്കാം. സവാളയും തക്കാളിയും കാഷ്യൂനട്ടും എല്ലാം കൂടി നല്ല പേസ്റ്റാക്കി അരച്ചെടുത്തിരിക്കുകയാണ്. നമ്മളിതിൽ അരയ്ക്കുമ്പോൾ വെള്ളമൊന്നും ചേർക്കേണ്ട കാര്യമില്ല. അത് നല്ലപോലെ അരഞ്ഞ് കിട്ടും. ഇതിനി ഇങ്ങനെ കണ്ടിന്യൂസ്ലി ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. ആ ഒരു എണ്ണ വിട്ട് മാറി വരുന്നത് വരെ നമുക്കിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കാം. ഇപ്പോൾ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് ഏത് പരുവത്തിലാണോ ആ കറി വേണ്ടത് അതിന് ആവശ്യമായ വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ഇരുന്നും കൂടി കുറച്ച് വറ്റും വെള്ളം, അതുകൊണ്ട് അതനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഈ സമയത്തിൽ നമ്മൾ ലോ ഫ്ലെയിമിലാണ് തീയിടുന്നത്. 2 ടേബിൾ സ്പൂണോളം ഫ്രഷ് ക്രീമാണ് ചേർത്ത് കൊടുത്തത്. അതിങ്ങനെ നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. അത് കട്ടയായിട്ടൊന്നും കിടക്കാതെ ഇതേപോലെ നല്ലപോലെ ഇളക്കി യോജിപ്പിക്കണം. അത് സെറ്റാകുമ്പോൾ നമുക്ക് കട്ട് ചെയ്ത് വെച്ച പനീറിൻ്റെ പീസുകൾ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നല്ലൊരു പരുവായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിനുള്ളത് ഇടാം. പിന്നെ ഞാനൊരു സ്വല്പം പഞ്ചസാര ചേർക്കുന്നുണ്ട്. അത് ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ 1/2 ടീസ്പൂൺ കസ്തൂരി മേത്തിയും 1 ടേബിൾ സ്പൂണോളം മല്ലിയിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു 5 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ വെച്ചേക്കാം. അപ്പോഴത്തേനും കറി സെറ്റായിട്ട് വരും. നമുക്ക് എന്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റുന്ന നല്ല സ്വാദിഷ്ടമായ പനീർ ബട്ടർ മസാല ഇവിടെ റെഡിയാവും. ലോ ഫ്ലെയിമിൽ തന്നെ 5 മിനിറ്റ്സ് വെക്കാൻ ശ്രദ്ധിക്കുക. തീ കൂട്ടി വയ്ക്കാതിരിക്കുക. അപ്പോൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.